കാര്യം തന്നെ പറയാം. ഇന്ന് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം ഉന്നയിച്ചപ്പോൾ ഭരണപക്ഷം പറയുന്ന കാര്യം എന്നതിന് ഞങ്ങൾ ആരുടെ കൊട്ടേഷൻ എടുത്തൊന്ന് വന്നേക്കുക. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ പൊതുജനാരോഗ്യ രംഗത്തെ തകർക്കുകയാണ്, ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തെ തകർക്കുകയാണ്. അതാണ് നിങ്ങളുടെ പ്രശ്നം പറയുന്നത്. ഈ വിഷയത്തെ ക്രിയേറ്റീവായി കാണുന്നതിന് പകരം ഒരുപാട് കണക്കുകൾ പറഞ്ഞില്ല. ഞാൻ ഒരു കണക്ക് അങ്ങോട്ട് പറയാം. ഇവിടെ ഏറ്റവും അധികം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഹെൽത്ത് കെയറിന് വേണ്ടി ഇന്ന് സ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ 2ാമത്തെ സ്ഥലമാണ് കേരളം. തമിഴ്നാട് ഉൾപ്പെടെയുള്ള മറ്റു സ്ഥലങ്ങളിലെല്ലാം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പകുതിയായെങ്കിൽ കേരളത്തിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് ആരോഗ്യ മേഖലയിൽ ഓരോ വ്യക്തിയും അവന്റെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം. കാരണം എന്താ, ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത അസുഖങ്ങളെല്ലാം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ വരുന്നു, ഇപ്പോൾ ഈ പറയുന്ന മസ്തിഷ്ക ജ്വരം വരുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കാര്യം ഇതിനോട് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞു, ഇവിടെ ഒരുപാട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അതിന് സോഴ്സ് കണ്ടുപിടിക്കണം. അമീബ എവിടുന്ന് വരുന്നത്? ഈ 9 വർഷമായിട്ട് ഈ അമീബയുടെ ഇതിന്റെ സോഴ്സ് എവിടെയാണ് പെറ്റുപെരുകുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പറഞ്ഞു, ഇവിടെ ഞങ്ങൾ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇത് ഞങ്ങളുടെ കണക്കല്ലേ, KPCC കണ്ടുപിടിച്ച കണക്കല്ല. ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞ കണക്കാണ്. 19 പേര് കഴിഞ്ഞ 1 വർഷത്തിനകം മരിച്ചു. നിങ്ങൾ പറയുന്ന 24% വെച്ച് നോക്ക്. ഈ പറയുന്ന ടോട്ടൽ കേസുകളുടെ 24% മരിച്ചതെങ്കിൽ ഈ 19 എന്ന് പറയുന്നത് എത്ര? 24%. 100-ൽ പരം കേസുകൾ 1 വർഷത്തകം തന്നെ കേരളത്തിൽ. നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ കണക്ക് പ്രകാരം ലോകത്തെമ്പാടും കഴിഞ്ഞ 60-70 വർഷത്തിനിടയിൽ 500 കേസുകൾ റിപ്പോർട്ട് ചെയ്തിടത്താണ് നിങ്ങളുടെ ഡാറ്റ മാത്രമാണ് പറയുന്നത്. 19 മരണം ഔട്ട് ഓഫ് 24% വെച്ച് നോക്കുമ്പോൾ 100-ൽ പരം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് പറയാണ്. ഇവിടെ നമ്പർ 1 ആണ്. 28,000 കോവിഡ് കേസുകൾ മൂടിവെച്ച സംസ്ഥാനമാണ് കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ യാഥാർത്ഥ്യബോധം സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ വിമർശനമായിട്ട് കാണുന്നത്. ഞാൻ അതിൽ MLA-യുടെ ഒരു മറുപടി അക്കാര്യത്തിൽ വേണ്ടതുണ്ട്. ആ മറുപടി വളരെ ചുരുക്കത്തിലൊന്ന് വേണം, ഞാൻ ഡോക്ടറിലേക്ക് വരുന്നതിന് മുമ്പ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് ഈ ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീ റോണി കെ ബേബി പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിൽ മന്ത്രിക്ക് പുതുതായി ഒന്നും പറയാനില്ല എന്നും ആ മറുപടികളിൽ തൃപ്തരല്ല എന്ന നിലയിലും അതിൽ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുമാണോ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോയത്? എൻ്റെ ഒരു സംശയമാണ്. MLA സഭയിലുണ്ടായിരുന്ന ആളാണ്, ഞങ്ങളാരും സഭയിലുള്ള ആളുകളല്ല. ഈ റോണി കെ ബേബി പറഞ്ഞതുപോലത്തെ ഒരു സമീപനം സ്വീകരിച്ചാണോ പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്? മന്ത്രിക്കൊന്നും പുതുതായി പറയാനില്ലായിരുന്നോ ഇന്നത്തെ മറുപടികളിൽ? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച വിമർശനത്തിൽ ഒരു ചെറിയ പ്രതികരണം കൂടി വളരെ ചുരുക്കത്തിൽ. ഇന്നത്തെ മന്ത്രിയുടെ മറുപടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഓരോരാളും പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് അതിലെ വസ്തുതകളെ അംഗീകരിച്ച് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് മന്ത്രി ഓരോരാളുടെ പേരെടുത്ത് പറഞ്ഞ് അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്താണ് എന്നത് പരാമർശിച്ചുകൊണ്ട് ഉള്ള മറുപടി ഫലപ്രദമായ നിലയിൽ ശരിയായ നിലയിലുള്ളൊരു മറുപടിയാണ് മന്ത്രി ഇന്ന് നടത്തിയത്. ആ പ്രസംഗം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ ആളുകളുടെ ചികിത്സാ ചെലവ് കൂടുന്നു എന്ന് പറയുന്ന കാര്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് ഈ കേരളത്തിൽ ചെലവ് കൂടുതലാണെന്ന് പറയുന്നതിൻ്റെ ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് പറയേണ്ടതുണ്ട്. കേരളത്തിൽ കോർപ്പറേറ്റ് ആശുപത്രികൾ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, അവിടെ ചികിത്സ തേടി പോകുന്നവരിൽ നിന്ന് വലിയ നിലയിൽ തുക വാങ്ങുന്നുണ്ട്. അതിനെക്കൂടി പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ഏറെക്കുറെ എല്ലാ ജില്ലയിലും കാത്ത് ലാബ് വന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾ വരുന്നവർക്ക് കോവിഡാനന്തര കേരളത്തിൽ അത്തരം വിഷയങ്ങളുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് കാത്ത് ലാബുകൾ വ്യാപകമായിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളും വ്യാപകമായിട്ടുണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവയവ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, കരൾമാറ്റ ശസ്ത്രക്രിയ വരെ കേരളത്തിൽ ഈ പൊതുരംഗത്ത് പൊതുജന ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കേരളത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നു. നിങ്ങളാലോചിച്ച് നോക്കണം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വിശേഷിച്ചും തെലങ്കാന, കർണാടക എല്ലാം എടുത്താൽ 2 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം. ഈ കേരളത്തിൽ 1 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് ശരാശരി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം പ്രാഥമികമായിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും ഇത്രയും മികച്ച നിലയിലുള്ള ഒരു ആരോഗ്യ പരിപാലന സംവിധാനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ കേരളത്തിൽ അങ്ങനെയുള്ളൊരു പൊതു സംവിധാനം ശക്തിപ്പെട്ട് നിൽക്കുമ്പോൾ ആളുകളുടെ ചികിത്സാ ചെലവ് താരതമ്യേന മറ്റുള്ളവരിൽ നിന്നും ഇവിടെ കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് കൂടി പറയണ്ടേ? ശരി, അത് പറയാൻ പിന്നുള്ളൊരു കാര്യം, ഈ മറുപടി തികച്ചും കേട്ടിരുന്നെങ്കിൽ അവസാനം
ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നു. നിങ്ങൾക്കിതിനെക്കുറിച്ചിട്ട് വേറെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ അതുകൂടി ഗവൺമെൻറ് കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് പറയുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സഭയിൽ ഉണ്ടാവണം എന്നവർ അഭ്യർത്ഥിച്ചു. അതിനെല്ലാം നിസാരവൽക്കരിച്ചിട്ടാണ് ഒരു കാര്യമില്ലാത്ത സമയത്ത് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. എന്തിനാണ് ഇറങ്ങിപ്പോയത്? എന്താ ഡിമാൻഡ്? ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യരംഗത്തേക്ക് ഉയർന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുക. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലും ഉയർന്നു വരുന്ന വിഷയങ്ങളോട് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അല്ലാത്തൊരു ഒരു വിഷയത്തിന്റെ പേരിലാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു കാര്യമില്ലാതല്ലേ കൺക്ലൂഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കാതെ പോയി എന്നുള്ളതാണ്. സർക്കാർ പറയുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷം അവർ ഉന്നയിച്ചൊരു വിഷയത്തിൽ നിന്ന് അവർക്ക് ആ നിലയിലേക്ക് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച നില അതിന് വന്നു ചേർന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നിയത്.